ന്യൂസ് സ്കാൻ മീഡിയയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ ഏറ്റവും ഒടുവിലായി പ്രഖ്യാപിച്ച പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയായ PM സൂര്യഘർ പദ്ധതിയിലേക്ക് അപേക്ഷ കേരളത്തിലും സ്വീകരിച്ചു തുടങ്ങി. ഫെബ്രുവരി 1 അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിലുണ്ടായ പദ്ധതി പ്രഖ്യാപനം അതിവേഗത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന നാഷണൽ സോളാർ റൂഫ്ടോപ്പ് പദ്ധതി പരിഷ്കരിച്ചാണ് PM സൂര്യഘർ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അതേസമയം PM സൂര്യഘർ പദ്ധതിയിൽ സബ്സിഡി ലഭിക്കുന്നതിനായി കുടുംബത്തിൻ്റെ വരുമാന പരിധി തടസ്സമല്ല എന്നത് ആകർഷകമായ ഘടകമാകുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പുരപ്പുറ സോളാർ പദ്ധതിയിൽ 3 കിലോവാട്ട് ഉൽപ്പാദന ശേഷിയുള്ള സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് 54,000 രൂപയായിരുന്നു സബ്സിഡി ലഭിച്ചിരുന്നതെങ്കിൽ പുതിയതായി ആരംഭിച്ച PM സൂര്യഘർ പദ്ധതിയിൽ സബ്സിഡി 78,000 രൂപ വരെയായി ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ 3 കിലോവാട്ടിന് മുകളിൽ സ്ഥാപിത ശേഷിയുള്ള സോളാർ പ്ലാന്റിന് ലഭ്യമാവുന്ന മൊത്തം സബ്സിഡി 78,000 രൂപയായും നിജപ്പെടുത്തി. PM സൂര്യഘർ പദ്ധതിയിലൂടെ രാജ്യത്തെ 1 കോടി ഭവനങ്ങളുടെ മേൽക്കൂരയിൽ സോളാർ പ്ലാന്റ് സജ്ജമാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം. കുടുംബങ്ങൾ വൈദ്യുതി ചാർജ് ഇനത്തിൽ നൽകുന്ന തുക കുറയ്ക്കാനും രാജ്യത്തിൻ്റെ ഊർജ്ജ സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ കൂടുതൽ പണം ജനങ്ങളുടെ കയ്യിൽ നിലനിർത്താനും സർക്കാരിന് സാധിക്കും. അതേസമയം PM സൂര്യഘർ പദ്ധതിയിൽ എങ്ങനെ അപേക്ഷിക്കാമെന്ന് ഇനി പറയാം. ആദ്യം PM സൂര്യഘർ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ സജ്ജമാക്കിയ pmsuryaghar.gov.in എന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുക. ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുത്തിട്ടുള്ള വ്യക്തിയുടെ പേരിൽ തന്നെയാകണം രജിസ്ട്രേഷൻ നടത്തേണ്ടത്. തുടർന്ന് വൈദ്യുത വിതരണ കമ്പനി, കേരളത്തിലാണെങ്കിൽ KSEB, വീട്ടിലേക്ക് എടുത്തിട്ടുള്ള കണക്റ്റഡ് ലോഡ്, ഇലക്ട്രിസിറ്റി ബിൽ എന്നിവ ഉൾപ്പെടെയുള്ള വിശദാംശം നൽകി വേണം ആദ്യഘട്ട നടപടി പൂർത്തിയാക്കേണ്ടത്. അതിനുശേഷം കൺസ്യൂമർ നമ്പറും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും നൽകി ലോഗിൻ ചെയ്യുക. തുടർന്ന് പുരപ്പുറ സോളാർ പദ്ധതിക്കായി നിശ്ചിത മാതൃകയിൽ അപേക്ഷിക്കുക. തുടർന്ന് വിതരണ കമ്പനിയിൽ നിന്നും ഫീസിബിലിറ്റി അപ്രൂവൽ ലഭിക്കുന്നതോടെ വിതരണ കമ്പനിയിൽ, അതായത് കേരളത്തിൽ KSEB, രജിസ്റ്റർ ചെയ്തിട്ടുള്ള വെണ്ടറുമായി ബന്ധപ്പെട്ട് സോളാർ പ്ലാന്റ് സ്ഥാപിക്കണം. പ്ലാന്റ് പൂർത്തിയായ ശേഷം PM സൂര്യഘർ പദ്ധതിയുടെ വെബ്സൈറ്റിൽ വീണ്ടും ലോഗിൻ ചെയ്ത് സോളാർ പ്ലാന്റിൻ്റെ വിശദാംശം രേഖപ്പെടുത്തുക. ഇതിനോടൊപ്പം നെറ്റ് മീറ്ററിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കുക. നെറ്റ് മീറ്റർ സ്ഥാപിക്കുകയും വിതരണ കമ്പനിയുടെ പരിശോധനയും പൂർത്തിയായ ശേഷം സോളാർ പ്ലാന്റ് കമ്മീഷൻ ചെയ്യും. സോളാർ പ്ലാന്റ് കമ്മീഷൻ ചെയ്തതിൻ്റെ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് വിശദാംശം, ക്യാൻസൽ ചെയ്ത ചെക്ക് തുടങ്ങിയവ വെബ്സൈറ്റിൽ നൽകുക. അടുത്ത 30 ദിവസത്തിനകം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ അർഹമായ സബ്സിഡി തുക ലഭിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക.